ഈ ഇളിച്ചോണ്ട് നോക്കിയിരിക്കുന്നത് എന്തിനാന്ന വിചാരം? വേറൊന്നുമല്ല, കണ്ണെഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണ്ടേ? അങ്ങനെ കണ്ണിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരം ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞൊന്ന് കണ്ടത്. അപ്പോൾ നേരെ വേഗം പറ്റി എടുത്ത് അതങ്ങ് വെട്ടി. അത് കഴിഞ്ഞിട്ട് രാവിലെ ബാൽക്കണിയിൽ ഇരിക്കാൻ നല്ലൊരു വൈബാ. കിളികളുടെ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ എൻ്റെ കണ്ണെഴുതുന്നത് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അത് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഞങ്ങളുടെ ഈ സെം ഏകദേശം കഴിയാറായി. മാർച്ച് 27 വരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ചില സബ്ജക്ട്സിൻ്റെ പോർഷൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ആ പീരീഡ് ഞങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടും ഞങ്ങളുടെ എലക്റ്റീവ് എന്ന സബ്ജക്റ്റ് തീർന്നുകൊണ്ടും ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് അത്യാവശ്യം ഫ്രീ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഈ കോളേജിൽ വിട്ടു. കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ടായിരുന്നേ. ക്ലാസ്സിലെത്തിയപ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോണ്ടി അവസാനം ടീച്ചേഴ്സൊക്കെ വന്ന് ക്ലാസ് എടുത്തു. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നോട്ട് സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ നോട്ടാണ് കേട്ടോ. സിവിലിൽ നമുക്ക് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എങ്ങനെയുണ്ട് സിവിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ വരെയും കാൽക്കുലേഷനൊക്കെയാണ് കൂടുതൽ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ക്ലാസ് ഉണ്ടായില്ല കേട്ടോ. നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. നല്ല വെയിലാട്ടോ. ആ ഒരു വെയിലത്ത് നടക്കാനും കൂടി പറ്റില്ല. അത് കഴിഞ്ഞ് നേരെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഹോസ്റ്റലിലെത്തിയപ്പോൾ ആ ഫുഡും കൊണ്ട് വെച്ച് എനിക്ക് ടാബില്ലാണ്ട് ഫുഡ് ഇറങ്ങില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണണം. അപ്പോൾ അതും കണ്ട് നന്നായി ഫുഡ് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും സമയം കളയാണ്ട് നേരെ വീട്ടിലോട്ട് വിട്ടിട്ടോ. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ്സൊക്കെ കിട്ടി. നല്ല വെയില, പുറത്ത് ഇറങ്ങാനും കൂടി പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ ദാഹവും. അങ്ങനെ ഒരുവിധം ബസ്സൊക്കെ കിട്ടി. ടിക്കറ്റൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോണ വഴി അമ്മ എന്നോട് കുറച്ച് ചെടിച്ചട്ടി കാര്യങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ച് ഞാൻ അടുത്ത ബസ് കയറി. നല്ല വേല, വേർത്തിട്ട് ഞാനിങ്ങനെ ഒലിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വഴിയിലാട്ടോ ഒരു കൊന്നമരം നിൽക്കുന്നുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ പൂക്കേണ്ട കൊന്നയാണ്. ഇപ്പോഴേ പൂക്ക വന്ന് എല്ലാം നിറഞ്ഞു. ഇനിയിപ്പോൾ ഏപ്രിലാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കണക്കൊന്ന. വീട്ടിലെത്തിയതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. ആ ഒരു പരിസരം കണ്ടപ്പോൾ പാതി ജീവൻ കിട്ടിയ ഒരു ഫീലാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ പലതരം ചെടികൾ കാര്യങ്ങളൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുക. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മാങ്ങക്കുട്ടിനെ കണ്ടേ. അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ വരാൻ വേണ്ടി മാങ്ങ വെയിറ്റിംഗ് ആണ്, എന്നാലേ ഇതൊക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വന്നു, മാങ്ങയായിട്ട് കുറച്ച് പോസൊക്കെ എടുത്തു. ഞാൻ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു, ഞാനും മാങ്ങയും കൂടി. എനിക്ക് എന്തോ അതിങ്ങനെ കുലച്ച് നിൽക്കണം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം, നല്ല ഭംഗിയുണ്ട്. അത് ഒരു വീടിനൊക്കെ ഒരു ഐശ്വര്യം തരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ നോക്കി അതൊക്കെ ആസ്വദിച്ച് നല്ല വെയിലിൻ്റെ ഗ്ലോ ഉള്ളതുകൊണ്ട് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നേരെ ചെന്ന് ഡ്രസ്സ് മാറിയിട്ടു. ഡ്രസ്സൊക്കെ മാറി അമ്മ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ദാഹമുള്ളതുകൊണ്ട് ഞാനത് വേഗം എടുത്ത് കഴിച്ച് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.